എൻ്റെ സമയം പരിമിതമാണ് സഹോദരങ്ങളെ. ആ വിഷയം തന്നെ 2-3 വശങ്ങളിലേക്ക് വേർതിരിച്ച് എനിക്ക് പറയാനുണ്ട്. ആരോടും ധർമ്മം ഉപദേശിക്കണം, ആരോടും നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. അതിനാണ് യുവതീ യുവാക്കൾക്ക് കഴിയേണ്ടത്. നിസ്കാരം നിലനിർത്തുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇതിന് കഴിവുണ്ടാകും. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു, നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ വിലക്കാനും ഒരു ചെറുപ്പക്കാരിക്ക് കഴിവ് വേണോ? പ്രധാനമായും അവരിൽ നിസ്കാരം രൂഢമൂലമായിരിക്കണം. 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തത്തിൽ അത്യാവശ്യം ഒരു മികവും തികവും അവന് അല്ലാഹു നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരോട് കൽപ്പിക്കാനുള്ളൊരു കഴിവും അല്ലാഹു നൽകും. അങ്ങനെ കിട്ടുമ്പോ മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ളൊരു വിഷയമാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി. അനാവശ്യം വരുമ്പോൾ അതിന് കൂട്ടുനിൽക്കാതെ അത് തടഞ്ഞു നിർത്താനും വേണ്ടാന്ന് പറയാനുമുള്ള കഴിവുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടില് ചെറുപ്പക്കാരികളായ നിങ്ങളെ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളെ നിങ്ങളെ ഉപ്പമാർക്ക് ഖിദ്മത്താക്കിയിട്ട് സേവകന്മാരാക്കിയിട്ട് അവരെ നിർത്തുമ്പോ അതേ വീട്ടിൽ തന്നെ ഒരു പക്ഷേ വീട് വിട്ട് മാറി താമസിക്കാത്ത കാലത്തോളം സഹോദരന്മാരുടെ ഭാര്യമാരുണ്ടാകും, അതേ നിങ്ങളെ സഹോദരിമാരുണ്ടാകും. എല്ലാവരും നല്ല യോജിപ്പോടെ, നല്ല സ്നേഹത്തോടെ, നല്ല ഐക്യത്തോടെ ആ ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത്, ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത്. എല്ലാവരും പാരസ്പര്യ സ്നേഹത്തോടെ പെരുമാറണം. 2 ആഴ്ച ഒരാള് ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സ്വന്തം വീട്ടിലേക്കൊന്ന് പോകേണ്ടി വന്നാൽ ബാപ്പയും ഉമ്മയും ഖിദ്മത്തിന് ആളില്ലാതെ വിഷമിക്കരുത്. മറ്റേ ആള് വന്നിട്ട് അവിടെ നിന്നു കൊടുക്കണം. അയാളില്ലാത്ത നേരത്ത് മറ്റേ ആള് വേണം. ഓരോരുത്തരും അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴേ സ്നേഹവും ഐക്യവും അടങ്ങുന്ന കുടുംബ ബന്ധം സംജാതമാകൂ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളിലും പേരമക്കളിലും കുടുംബക്കാരിലും നട്ടു വളർത്താൻ വേണ്ടി ബാപ്പമാരോടും ഉമ്മമാരോടും പഠിപ്പിച്ച ഒന്നാണ് പരസ്പര സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തെ ജീവിതത്തിൽ അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോ അതിൽ നിന്ന് മക്കളത് പാഠം ഉൾക്കൊണ്ടുവരും. ഇരിക്കട്ടെ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഉപദേശം നോക്ക് നിങ്ങൾ. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. സ്വഭാവം നന്നാക്കണം. ചെറുപ്പക്കാരികൾ സ്വഭാവം മെച്ചപ്പെടുത്തണം. ഏറ്റവും അധികം സ്വഭാവത്തിന് കേടുവരുന്നൊരവസ്ഥ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തോന്നുക. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എതിർക്കാൻ തോന്നും. നമ്മുടെ ശരീരത്തിന്റെ പ്രസരിപ്പ് അങ്ങനെയാണ്. നല്ല ആരോഗ്യമുണ്ട്, നല്ല കഴിവുണ്ട്, ആരാ ചോദിക്കാന്, ആരാണ് പറയാന്, എന്നെ ചോദിക്കാൻ ആരാണ്, ചോദ്യം ചെയ്യാൻ ആരാണ്? അങ്ങനെയൊന്നും നീ വിചാരിക്കരുത്. നിന്റെ നടത്തം പോലും അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാകണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളെ കാണുമ്പോൾ അവരിൽ നിന്ന് നീ മുഖം തിരിക്കരുത്. എല്ലാവരും നിന്റെ മൈൻഡ് ചെയ്യണം എന്ന രീതിയിൽ നീ മുഖം പ്രദർശിപ്പിക്കുകയും ചെയ്യരുത്. വലാ തംശി ഫിൽ അർളി മർഹാ. ധിക്കാരിയായി അഹങ്കാരിയായി ഭൂമിയിൽ ജീവിക്കരുത്. പരിധി വിട്ട ജീവിതം അതുണ്ടാകരുത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുമോ, ഞാൻ ഈ പോകുന്ന പോക്ക് ശരിയല്ലല്ലോ എന്ന് ആദ്യം ചിന്തിക്കണം. എങ്ങനെ പരിധി വിട്ട പോക്ക്? നമ്മുടെ നാടിൻ്റെ സാഹചര്യം അനുസരിച്ച് ആണുങ്ങൾ ഓട്ടുകയാണെങ്കിലും പെണ്ണുങ്ങൾ ഓട്ടുകയാണെങ്കിലൊക്കെ ബൈക്കിൽ പെർമിറ്റ് ഉള്ളത് 2 ആൾക്കാണ്. അവിടെ 2ന്റെ പുറമെ ഒരു 3 കൂടി വെച്ച് 5 ആളെ കൊണ്ടുപോവുക. 5 ആളും ചെറുപ്പക്കാരാണ്. ഇന്നലത്തെ രാത്രിയിലെ ചിത്ര പറയുന്നത് 5 ആളും ചെറുപ്പക്കാരാണ്. ഇന്നലെ കുറെ പൊട്ടലോടുകൂടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച രാത്രിയില്ലേ, 5 ചെറുപ്പക്കാരാണ്. 5 ആളും ഒരേ രൂപത്തിൽ പൊട്ടിക്കാനാ പോകുന്നത്. 5 ആള് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട്, മക്കളെ അപകടങ്ങളൊക്കെ വർദ്ധിച്ച കാലമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും മറുപടി?
ധിക്കാരത്തിൻ്റെ മറുപടി, ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ. വലാ തംശി ഫിൽ അർളി മറഹാ, ധിക്കാരിയായി നീ ഭൂമിയിൽ ജീവിക്കരുത്. ഒരാളെയും അനുസരിക്കാതെ, ഒരു നിയമവും കേൾക്കാതെ, നിയമത്തിൻ്റെ പരിധി വിട്ട് അഹങ്കാരിയായി ജീവിക്കരുത്. നിന്റെ നടത്തം തന്നെ വിനയത്തോടെയാകണം, നിന്റെ ജീവിതം തന്നെ വിനയത്തോടെയാകണം. ധിക്കാരിയായിട്ട് നീ ജീവിക്കരുത്. പണമുള്ളത് കൊണ്ട് ധിക്കാരിയായി ജീവിക്കരുത് എന്ന് ഖാറൂൻ മുതലാളിയോട് എത്ര പറഞ്ഞിട്ടും അയാൾ കേട്ടില്ലല്ലോ. അങ്ങനല്ലേ ഭൂമിയിലെ അടിയിലേക്ക് അല്ലാഹു അയാളെ താഴ്ത്തിക്കളഞ്ഞത്. അയാൾക്ക് വിവരത്തിന് കുറവുണ്ടായിരുന്നോ? ഇല്ല. ഹാറൂൻ നബിയും മൂസാ നബി അലൈഹിസ്സലാമും കഴിഞ്ഞാൽ നന്നായി തൗറാത്തിൽ പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള പണ്ഡിതനായിരുന്നു ഖാറൂൻ. പക്ഷേ തനിക്ക് അത്യാവശ്യം ജീവിക്കാനുണ്ടല്ലോ എന്നുള്ള ലെവല് വന്നപ്പോ ആരും പറഞ്ഞത് കേൾക്കാതെ ധിക്കാരം മാത്രം മുന്നോട്ട് വെച്ച് ജീവിച്ചു പോയി. പലപ്പോഴും ജനങ്ങൾ ഉപദേശിച്ചു, പക്ഷേ അത് സ്വീകരിച്ചില്ല. നല്ല വിനയാന്വിതനായി ജീവിക്കണം. ധിക്കാരം നിനക്ക് വേണ്ട. വലിയവർ ഉപദേശിക്കുമ്പോ ആ ഉപദേശം നിന്റെ മനസ്സിൽ നീ സ്വീകരിക്കണം. ബാപ്പ പറയുമ്പോ ആ നസീഹത്ത് നീ സ്വീകരിക്കണം. ഉമ്മ പറയുമ്പോ നസീഹത്ത് നീ സ്വീകരിക്കണം. ബാപ്പാനെയും ഉമ്മാനെയും ഉസ്താദുമാരെയും ഒക്കെ ബഹുമാനിക്കുന്ന നല്ല യുവതി യുവാക്കളാകണം. ബാപ്പാനെയും ഉമ്മാനെയും മാത്രം ബഹുമാനിച്ചാൽ മതിയോ? പോരാ. കുടുംബത്തിലെ മുതിർന്നവരില്ലേ, അവരെയൊക്കെ ബഹുമാനിക്കണം. മുതിർന്നവർ എന്ന നിലക്കൊരു ബഹുമാനം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ നിലക്ക് നീ അവർക്ക് ബഹുമാനം കൊടുക്കണം. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നിന്നിൽ അത്തരത്തിലൊരു ബഹുമാനം ഉണ്ടോ? നിന്റെ മക്കളിൽ അതിനേക്കാളും വലിയ ബഹുമാനം വരും. കാരണം നിന്റെ ബഹുമാനം അവർ കണ്ടുപഠിക്കും. നീ ബാപ്പയെ ബഹുമാനിച്ചത്, മൂത്താപ്പയെ ബഹുമാനിച്ചത്, അമ്മാവന്മാരെ ബഹുമാനിച്ചത്, ഉമ്മാന്റെ ചേട്ടത്തിയെയും ഉമ്മാന്റെ അനുജത്തിയെയും ബഹുമാനിച്ചത്, ഭാര്യ മാതാവിനെയും ഭാര്യ പിതാവിനെയും ബഹുമാനിച്ചത് കണ്ട് ജീവിക്കുന്ന നിന്റെ മക്കൾ കുഞ്ഞിളം കാലത്ത് തന്നെ അവർ മനസ്സിലാക്കി വെക്കും. ഈ രൂപത്തിലൊക്കെ ബഹുമാനം കൈമാറേണ്ടതാണ്. ഈ രൂപത്തിലൊക്കെ ബഹുമാനം സ്വീകരിക്കേണ്ടതാണ്. ഉപ്പയും ഉമ്മയും ചെയ്യുന്ന ബഹുമാനത്തിന്റെ തലങ്ങൾ ഒന്നും വിടാതെ മക്കൾ അങ്ങനെ പകർത്തുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അതുകൊണ്ട് ധിക്കാരത്തിന്റെ നിലപാട് ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ നടത്തത്തിൽ തന്നെ നീ മിതത്വം പാലിക്കണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ ഏകപുത്രനെ ഉപദേശിക്കുകയാണ്. നിന്റെ ശബ്ദം നീ കുറച്ച് സംസാരിക്കണം. ആരോട് നീ സംസാരിക്കുകയാണെങ്കിലും മോനെ, അരോചകമാകുന്ന രീതിയിൽ ഒരു ശബ്ദത്തിലോ ഒരു പ്രതികരണത്തിലോ നീ സംസാരിക്കരുത്. നല്ല സ്വഭാവമാണ് നീ സ്വീകരിക്കേണ്ടത്. നല്ല സ്വഭാവം നിന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? നീ നല്ലൊരു യുവാവാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അവരെ സ്വഭാവം നല്ല സ്വഭാവമായതുകൊണ്ടാണ് അവരെ സംസാരവും പ്രതികരണവും ഒക്കെ നന്നാകുന്നത്. ആരോട് നീ സംസാരിക്കുമ്പോഴും നിന്റെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന ശബ്ദഘോഷം പോലും ഉണ്ടാകരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഏറ്റവും വെറുപ്പുള്ള സൗണ്ട് കഴുതയുടെ ശബ്ദമാണ്. ജനങ്ങളൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്ത് വെറുതെ ഒച്ച ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് കഴുത. ഒരൊറ്റ ഒച്ച ആയിരിക്കും. എന്തിനാന്ന് കാരണമൊന്നും ഉണ്ടാകൂല. അതേപോലെ നീ വെറുതെ വെടി പൊട്ടിക്കുന്ന ആളാകരുത്. വീട്ടിൻ്റെ പുറത്തിരുന്നുകൊണ്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കന്നെ. അയൽക്കാരെ കോടി വന്നു, എന്തിനാണ് ഇയാൾ ഒച്ച ഉണ്ടാക്കിയത്, ഇയാൾക്ക് എന്താ ഭ്രാന്തായോ? അങ്ങനെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളാകരുത് നീ. നീ മിതമായി സംസാരിക്കുന്ന മിതഭാഷിയാകണം. നല്ല പെരുമാറ്റക്കാരനാകണം. ആണും പെണ്ണും പെരുമാറ്റം നന്നാക്കുമ്പോഴാണ് അവരെ യുവത്വം ഏറ്റവും നന്മ നിറഞ്ഞ യുവത്വമാകുന്നത്. പെരുമാറ്റം ഒന്നിനും പോരെ. ആണിൻ്റെയും പെണ്ണിൻ്റെയും പെരുമാറ്റം ഒന്നിനും പോരെ സഹോദരങ്ങളെ. അവരെ ജീവിതത്തിൽ നന്മ കാണില്ല. അതുകൊണ്ട് ആ ജീവിതത്തിൽ നന്മ കുറയും എന്ന നിലക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആദ്യം കല്യാണം കഴിച്ച നല്ല ചൊറുക്കൊക്കെ ഉണ്ട് ആ പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ദുസ്വഭാവത്തിൻ്റെ പേരിലാണ്. ആണിലാകട്ടെ പെണ്ണിലാകട്ടെ ഏറ്റവും വലിയ നന്മയുടെ മുഖം അവൻ്റെ സൽസ്വഭാവമാണ്. പെരുമാറ്റം നന്നാകണം. പെരുമാറ്റം മോശമാണോ ആളൊന്നിനും പറ്റൂല. ഇപ്പം ചിലരോടൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാണ്. കാരണം എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറയാതിരിക്കലാ നല്ല നിൽക്കുന്നുള്ളവർക്ക് മൗനായിട്ട് പോകലാ നല്ലത്. കഴിയെങ്കിലും സലാം പറഞ്ഞൊരു ചിരി കൊടുക്കുക എന്നല്ലാതെ അതിലപ്പുറം എന്തെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല. പലജാതി മറുപടി ആയിരിക്കും. പിന്നെ മനസ്സിൽ വിഷമം വേണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാതിരിക്കുക നല്ലതെന്ന് കരുതും. നല്ല പെരുമാറ്റാണോ, നല്ല സ്വഭാവമാണോ, നല്ല ബറക്കത്തുണ്ടാകും ജീവിതത്തിൽ, നല്ല ഖൈറും അല്ലാഹു നൽകും. പെരുമാറ്റം തന്നെ മോശമായതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കിയിട്ട് ഒരു വാക്കെങ്കിലും ആ പെൺകുട്ടി ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാകും. ജീവിതത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകൂലേ. പക്ഷേ സന്തോഷങ്ങളല്ലേ മുന്നോട്ട് പറയേണ്ടത്. ഇടങ്ങേറാണ് ആദ്യം പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞ ഇടങ്ങേറാണ്. എപ്പോഴും ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ടായി, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരൂലേ. ബുദ്ധിമുട്ട് തന്നെ ബുദ്ധിമുട്ട്, ഇടങ്ങേറ് തന്നെ ഇടങ്ങേറ്. ഭക്ഷണത്തിന് വേണ്ടി പോയതാണ് മൂപ്പര്. കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. മറുപടിയും പെരുമാറ്റവും സ്വഭാവമൊക്കെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഈ പെണ്ണിൽ നിന്ന് എൻ്റെ മകന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് മക്കൾ വന്നാൽ ഇതേ രൂപഭാവത്തിൽ തന്നെയല്ലേ അവരും വരിക. അവരിൽ പിന്നെ നന്മ ഉണ്ടാകുമോ? അവരിൽ പിന്നെ സന്തോഷവും മറ്റുള്ളവർക്ക് പകർത്താനുണ്ടാകുമോ? മക്കളെയും പേരക്കുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ സൽസ്വഭാവികളാക്കി വളർത്തണം. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം അവർക്ക് പകർത്തിക്കൊടുക്കണം, ശീലമാക്കി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ മറുപടി പറ്റാത്തത് വന്നാൽ സാരമില്ലെന്ന് വെക്കുന്നതിന് പകരം വരാതിരിക്കാനുള്ള നല്ല ഉപദേശം കൊടുത്ത് മാറ്റണം. പിന്നെയും പിന്നെയും അത് വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കരുതലോടെ നിയന്ത്രിക്കണം. രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ സ്വഭാവം എന്തൊരു മധുരമാർന്ന സ്വഭാവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാഹനത്തിൽ വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് വാഹനം നിർത്തി. വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിന്നപ്പോ, ഇറങ്ങുന്നില്ലേ നിങ്ങൾ? എന്തെങ്കിലും വെള്ളം കുടിക്കാലോ ഭക്ഷണം കഴിക്കാലോ എന്നാ പെൺകുട്ടി ചോദിച്ചു. അടയാളങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ആദ്യം കാണുന്ന കാഴ്ചയാണ്, അതിനു മുമ്പ് കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണല്ലോ ഈ വന്നത്, നല്ലോണം ബഹുമാനിക്കണമല്ലോ എന്നുള്ള നിലക്ക് നല്ല സ്നേഹത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷമായി. കൈഫകാനായിഷുക്കും, എങ്ങനെയാ നിങ്ങളുടെ ജീവിതം? പെൺകുട്ടി മറുപടി പറഞ്ഞു, തഅമുനാ അല്ലഹ്മു വശറാബുനാ അൽമാ. കുടിക്കാൻ നല്ല പാനീയമുണ്ട്, കഴിക്കാൻ നല്ല മാംസവും കിട്ടാറുണ്ട്. ഉടനെ തന്നെ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ ലഹ്മിഹിം വമാഇഹിം. അവരെ മാംസത്തിലും അവരുടെ വെള്ളത്തിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അന്ന് ചെയ്ത ദുആഇന്റെ ഫലമായി ഇന്നും നിങ്ങൾ പോയി നോക്ക്, മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വെള്ളവും മാംസവും ഒഴിവായ ഒരു സെക്കൻഡ് സമയം ഇല്ല.